എന്റെ വീട്, എന്റെ മുറി, എന്റെ കട്ടില്. ഈ 10 ദിവസത്തെ ക്രിസ്മസ് വെക്കേഷൻ കൊണ്ടിട്ട് ബാക്ക്ലോഗ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ നീറ്റ് പൊളിക്കും ഞാൻ. ഫിസിക്സ് ആണ് കുറച്ച് പാട്. അപ്പൊ ഫിസിക്സ് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. തിയറി വായിച്ചിട്ട് ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഇനി കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഈ ഫിസിക്സ് ശരിയാവുന്നില്ല. ഇനി കുറച്ച് കെമിസ്ട്രി പഠിച്ചാലോ? കെമിസ്ട്രി തിയറിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. എന്തോന്നാ ഇതൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം കിട്ടാത്ത സ്ഥിതിക്ക് ബയോളജി പഠിക്കാം. ബയോളജി ആകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. ബയോളജിയുടെ NCERT വായിക്കണോ ആദ്യം, അതോ ക്വസ്റ്റ്യൻ ചെയ്യണോ? ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ടെക്സ്റ്റ് വായിക്കാം. ഇതൊക്കെ എന്തുവാ? ഒന്നോട്ട് തലയിലോട്ട് കയറുന്നില്ലല്ലോ. ഇതൊന്നും ശരിയാവുന്നില്ല. ഇനി കുറച്ചു നേരം ഫോണിലൊന്ന് നോക്കാം. മായറാണി മിസ്, ഇനി സ്ക്രോൾ ചെയ്യരുത്. 2025 നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളത് മുഴുവനായും കേൾക്കണം കേട്ടോ. 10 ദിവസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 10 ദിവസം നമ്മുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇപ്പൊ കണ്ടത് തന്നെയായിരിക്കും. ഫിസിക്സ് പഠിക്കണോ, കെമിസ്ട്രി പഠിക്കണോ, ബയോളജി പഠിക്കണോ? ഇവിടെ നിങ്ങൾ ഏത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബാക്ക്ലോഗ്സ്, നിങ്ങളുടെ പെൻഡിങ് ആണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വെക്കേഷൻ തുടങ്ങി അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ എങ്കിലും നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് ഇനി പഠിച്ചു തീർക്കേണ്ടതെന്ന കൃത്യമായ ബോധം വേണം. മാത്രമല്ല, ഫിസിക്സ് പഠിക്കാൻ തീരുമാനിച്ച ഫിസിക്സ് പഠിക്കാൻ തുടങ്ങിയാൽ അത് ഒരു പക്ഷേ ഡിഫിക്കൽട്ടായി തോന്നാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കാം, ഇടയ്ക്കൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാം. എന്ത് തന്നെ ആയാലും ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മാറ്റിയിട്ട് കെമിസ്ട്രിയിലേക്കോ ബയോളജിയിലേക്കോ തിരിഞ്ഞു പോകരുത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് കൃത്യമായി നിർത്തിയിട്ട് വേണം അടുത്ത സബ്ജക്റ്റിലേക്ക് നിങ്ങൾ മാറാൻ. പ്രത്യേകിച്ചും നമുക്ക് പെൻഡിങ് ചാപ്റ്റേഴ്സ് 3 സബ്ജക്റ്റിലും ഉണ്ടെങ്കിൽ, അതായത് ഫിസിക്സിലും കെമിസ്ട്രിക്കും ബയോളജിയിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും. പിന്നെ വീടിൻ്റെ ഒരു കംഫർട്ടിലിരിക്കുമ്പോൾ ഇതുപോലെ ബുക്കൊക്കെ നിലത്തൊക്കെ വാരി വലിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനും, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും തിയറി പഠിക്കാം, തിയറി പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊന്നും അല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ തിയറി വായിച്ച് പഠിക്കാനുള്ള സമയമാണെങ്കിൽ തിയറി വായിക്കാമെന്ന് തീരുമാനിച്ച സമയത്ത് തിയറി മാത്രമേ വായിക്കാവൂ. അതല്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ആ നിങ്ങൾ വിചാരിക്കുന്ന നിമിഷത്തിൽ അല്ലെങ്കിൽ ആ വിചാരിക്കുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ പ്രോബ്ലംസ് മാത്രമേ ചെയ്യാവൂ. ചിലപ്പോൾ ചെയ്തു തുടങ്ങുമ്പോൾ കിട്ടത്തില്ല. ഒരു പ്രോബ്ലം തന്നെ ചെയ്യാൻ നിങ്ങൾ മണിക്കൂറുകളോളം എടുക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുവെന്നോ അല്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്തിട്ട് മനസ്സിലാകുന്നില്ലെന്നോ കരുതി അതിനെ ഇട്ടിട്ട് മറ്റൊരു സബ്ജക്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റിലേക്കോ പോകരുത്. ഇങ്ങനെ ചാടി ചാടി പോകുന്നതിനനുസരിച്ച് നമ്മൾക്ക് വീണ്ടും പഠനത്തിന്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു പോകും. സോ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി ഈ 10 ദിവസവും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഓരോ മണിക്കൂറും ഞാൻ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം. അതിൽ നിന്നും വ്യതിചലിക്കാതെ ഈ 10 ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ നിർത്തിവെച്ച് കൃത്യമായിട്ട് പഠനത്തിലേക്കൊന്ന് തിരിഞ്ഞ്, നമ്മൾ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഉണ്ട്, നമ്മുടെ ആംബിയൻസ് ആണ്, നമ്മുടെ വീടാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ നമ്മളൊരു നല്ല പൊസിഷനിൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് ഇതൊക്കെ മതിയാക്കി വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പോയിരുന്നു പഠിച്ചോ. ശരിയാ, ഈ 10 ദിവസം ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. മിസ് പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം ഈ 10 ഡേയ്സ് പഠിക്കാൻ. ആദ്യം ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കാം. ആദ്യം ഫിസിക്സിൽ തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ മിസ് പറഞ്ഞതുപോലെ ഫിസിക്സിൽ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപർണ്ണ മോളെ,
ആ ചേട്ടാ, ബെർലിനിൽ നിന്നാ വന്നേ? ഞാൻ മിനിഞ്ഞാന്നെത്തി. ആഹാ, അവധിയാണോ? ആ, ക്രിസ്മസിന്റെ 10 days വെക്കേഷൻ. എന്നിട്ട് പഠിക്കുന്നൊന്നുമില്ലേ? പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഈ ഹരിതാപും പച്ചപ്പൊക്കെ കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. ആണോ? ആ, എന്നാ ശരി, നടക്കട്ടോ. ഓക്കെ. പഠിച്ചു മടുത്തിട്ടാ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ കുറച്ചു നേരം യൂട്യൂബ് കാണും. നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ ആശങ്കയിലോ? 2025 നീറ്റ് കുഴപ്പിക്കുമോ? അതെടുത്തു നോക്കാം. നീറ്റ് 2024 വിവാദങ്ങൾ പോലെ നീറ്റ് 2025 ഇതുവരെയും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എന്നുള്ള കാര്യം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുമില്ല. ഈ വർഷത്തെ എക്സാം എഴുതി കൊളാകൂ. 2025 നീറ്റും വിവാദത്തിലേക്കോ? നീറ്റ് എഴുതാനുള്ള പരമാവധി അവസരം 2 ആക്കാൻ ഒരുങ്ങുകയാണ് NTA. ഡോക്ടർ സ്വപ്നം ഇനി ആശങ്കയിൽ. നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളിൽ ആശങ്ക കൂടുന്നു. ദൈവമേ, ഇതൊക്കെ ഉള്ളതാണോ? എന്നാടാ ഇതെല്ലാം ഉള്ളത് തന്നെയെന്ന് ചോദിച്ചാൽ എല്ലാം ഉള്ളതല്ല. ഇതിൽ ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. പക്ഷേ ഈ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യലായ മാറ്റങ്ങളാണ്. ഇല്ലാത്തത് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ലല്ലോ. എടാ മോനെ, ഇപ്പോഴത്തെ ഫസ്റ്റ് കൺഫ്യൂഷൻ എന്താ? എക്സാം ഏത് മോഡലായിരിക്കും എന്നാണ് അല്ലേ? ഓൺലൈൻ ആണോ ഹൈബ്രിഡ് ആണോ? ഒന്ന് നോക്കടാ, 25 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത് അല്ലേ? ഇത്രയും പേരിൽ നിന്ന് 25 ലക്ഷം കുട്ടികളെ അഫോർഡ് ചെയ്യാനുള്ള മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലുണ്ടോ? കുറച്ച് പേർക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കുന്നതിന് എന്തായാലും ഒരു എക്സാം ഉണ്ടെന്ന് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. നമ്മളെല്ലാവരും അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ എക്സാം ഏത് മോഡൽ വന്നാൽ നമുക്ക് എന്താടാ? എന്ത് മോഡലായാലും നമ്മളത് എഴുതിയേ പറ്റൂ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കണം. എറേഴ്സ് വരുത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. മിക്കവാറും കുട്ടികളെല്ലാവരും തന്നെ പഠിക്കാത്തത് കൊണ്ടല്ല മാർക്ക് കുറഞ്ഞു പോകുന്നത്. എത്ര പഠിച്ചാലും ആ പരീക്ഷാ ഹാളിൽ വരുന്ന ഒരു നിമിഷം എഴുതുന്നതിലുള്ളൊരു പാനിക് സിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ തന്നെ വരുന്ന ഒരു ടെൻഷനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു എറേഴ്സ് വരുത്താനുള്ള സാധ്യതയേ ഇല്ല. എറർ വന്നാൽ പോലും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് മാറ്റാം. പിന്നെ ബബിൾ ചെയ്യുന്ന സമയം ലാഭിക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ ഞാൻ ഏതൊക്കെയാണ് മാർക്ക് ചെയ്തത്, മാർക്ക് ചെയ്യാത്തത് ഏതാണെന്ന് അറിയാൻ പറ്റും. സോ നിങ്ങൾ ഇത് തന്നെ ആലോചിച്ച് നോക്കടാ. ഇപ്പം നമ്മൾ യൂട്യൂബിനെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസിനെയാണ് എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്നത് അല്ലേ? അതുപോലെ നമ്മളും ഡിജിറ്റലൈസ്ഡ് ആകുന്നതല്ലേ? അത് ഏറ്റവും നല്ലൊരു മാറ്റമാണ് മോനെ. അതുകൊണ്ട് പരീക്ഷ ഏത് മോഡലിൽ നടന്നാലും, അത് ഓൺലൈൻ ആയാലും ഹൈബ്രിഡ് ആയാലും എങ്ങനെ നടന്നാലും അതിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് കാര്യം. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അടുത്ത കൺഫ്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏജ് അല്ലെങ്കിൽ അറ്റംപ്റ്റ്, ഇതൊക്കെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു ദിവസം രാവിലെ വന്നിട്ട് നാളെ രാവിലെ ഇത്ര വയസ്സ് തികയണം അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു വയസ്സ് തികയാൻ എത്ര സമയം വേണം? 1 വർഷം വേണം അല്ലേ? അത് ഒരു പെട്ടെന്ന് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു തീരുമാനവും NTAയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടേ ഇല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകളാണ്. നമുക്കത് വേണമെന്നോ വേണ്ടെന്നോ ഒന്നും തന്നെ നമ്മൾ തീരുമാനിക്കുകയോ അവരതിനെക്കുറിച്ച് ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല. സോ അവരുടെ ഒരു ഇൻഫർമേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് NTA ഒരു ഇൻഫർമേഷൻ തരുമല്ലോ. പരീക്ഷ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയമാകുമ്പോൾ അത് ജാനുവരി ഒക്കെ ആകുമ്പോൾ, അതും താമസിച്ചല്ല കേട്ടോ. പലരും പറയുന്നുണ്ട് താമസിക്കുന്നു. ഒരു താമസമില്ല. നോർമലി നമ്മൾ ജാനുവരി പകുതി അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ അടുത്തൊക്കെ എത്തുമ്പോഴാണ് ഇവർ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആ സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും NTA ഒരു നോട്ടിഫിക്കേഷൻ തരും. ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആ നോട്ടിഫിക്കേഷനിൽ പെട്ടെന്ന് ഒരു ദിവസം ഏജിനെ കുറിച്ചോ അറ്റംപ്റ്റിനെ കുറിച്ചോ ഒന്നും തന്നെ അവർ പറയില്ല. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ കയ്യിലുണ്ട്. 10 ദിവസത്തെ വെക്കേഷനാണ്. നമുക്ക് ഇഷ്ടം പോലെ റിസോഴ്സുകളുണ്ട്. ചുറ്റും നടക്കുന്ന നിങ്ങളുടെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ആൾക്കാരോ ഫ്രണ്ട്സോ അയൽവക്കക്കാരോ ഒക്കെ പലതും പറയും. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ചെവി കൊടുക്കണ്ട. ഇത്രയും ഓർത്താൽ മതി. എനിക്കൊരു MBBS അഡ്മിഷൻ വേണം, ഞാനൊരു പരീക്ഷ എഴുതിയേ പറ്റൂ. അതിനുള്ള കണ്ടന്റുകളാണ് നമ്മൾ പഠിപ്പിച്ച് വിടുന്നത്. നിങ്ങളത് ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. തൽക്കാലം ഇതുപോലുള്ള മീഡിയകളിൽ നിന്നും ഇത്തരം ഗോസിപ്പുകളെ, ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഏറ്റവും ആക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ 10 ദിവസം ക്രിസ്മസ് വെക്കേഷൻ വരുവാണ്. നിങ്ങൾ ഇതുപോലെ ഫോണും എടുത്ത് TV-യും കണ്ട് നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയരുത്. കാരണം ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ ഹരിതാവും പച്ചപ്പും ഇതൊക്കെ ഇവിടെ തന്നെ കാണും. നിങ്ങളുടെ വീടും വീട്ടുകാരും ഒക്കെ ഇവിടെ തന്നെ കാണും. ഇത് നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും നല്ല നിലയിലെത്തിയിട്ട് ആസ്വദിക്കുമ്പോഴാണ് അത് വലിയൊരു ആസ്വാദനമായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണോ? ഇല്ല, പോവാ പഠിക്കുക. ശരി, നടക്കട്ടെ.